ഗോകുൽ, ഇപ്പോഴും നമുക്ക് പുകച്ചുരുളുകൾ കാണാം. തീ നിയന്ത്രണ വിധേയമായെന്ന് പറയാൻ സാധിക്കുമോ? മറ്റിടങ്ങളിലേക്ക് പടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിനീത, നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണിക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ചങ്ങല ചരടിന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണിക്കാൻ സാധിക്കുക. അത്രത്തോളം പ്രദേശം, വലിയ വിസ്തീർണമുള്ള പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ഈ നിന്ന് കത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് കാണാൻ സാധിക്കും വനഭൂമി പോലെ കിടക്കുന്ന പ്രദേശം. തൊട്ടു താഴെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്തേക്ക് ഈ തീ ആളിപ്പടർന്നാലുള്ള വലിയ ഗുരുതര സംഭവങ്ങൾ ഏത് തരത്തിൽ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ ആളുകൾ താമസിക്കുന്ന ഇടത്തേക്ക് തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പോൾ അത്തരം ആശങ്ക വേണ്ടതുണ്ടോ? എന്താണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഏത് ഭാഗത്താണ് തീ അണയ്ക്കുന്നത്? വിനിത, തീർച്ചയായിട്ടും 1914 വരെ ഇതൊരു റിസർവ്ഡ് പ്രദേശമായിരുന്നു. അവിടെ നിന്നാണ് ഇത് കരസേനയ്ക്കും അതേപോലെ തന്നെ വായുസേനയ്ക്കും ഈ പ്രദേശം കിട്ടുന്നത്. അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ഇതിന് താഴേക്കൊക്കെ സൂക്ഷിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. തീ ആളിപ്പടരുന്നത് നമുക്ക് കാണാം. സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. ദൂരെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയാൽ മതിയാകും. ഗോകുൽ, തീർച്ചയായിട്ടും അത് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കനത്ത ചൂടാണ്. അത് മാത്രമല്ല ഈ കാറ്റടിക്കുമ്പോൾ പൊടിയും അതേപോലെ തന്നെ ഈ പുകയും ഒക്കെ വരുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനൊക്കെ വലിയ പാടുണ്ട്. ഇതിനടുത്ത് തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഈ തീയുടെയൊക്കെ ഒരു ഉയരം എത്രത്തോളം ആകാശത്തോളം ഉയർന്ന തരത്തിലേക്ക് തീ മാറുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കത്തി അമർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീടും അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 2017 കനത്ത ഒരു തീപിടുത്തം ഉണ്ടായതാണ്. അന്നും ഇതുപോലെ വലിയ രീതിയിൽ തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാണ്. ഇവിടേക്ക് എത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. കരസേനയ്ക്കും അതേപോലെ തന്നെ വായുസേനയ്ക്കും പ്രത്യേക എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കയറി വന്ന് രക്ഷാപ്രവർത്തനം അടക്കം ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷേ ഈ ഫയർഫോഴ്സിനടക്കം കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. വലിയൊരു കുന്നിന്റെ മുകളിലാണ് ഈ റഡാർ സ്റ്റേഷനും. ഏക്കർ കണക്കിന് വരുന്ന കുന്നാണ്. അതിന്റെ മുകളിലാണ് റഡാർ സ്റ്റേഷനും അതേപോലെ തന്നെ ഫയറിംഗ് ബെഡും. കരസേനയുടെ ഫയറിംഗ് ബെഡ്, കേരള പോലീസ് അടക്കം ഉപയോഗിക്കുന്ന ഫയറിംഗ് ബെഡാണ്. ഇവിടെ പരിശീലനം അടക്കം നടക്കുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് കത്തുന്നയിടത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നതായി കാണുന്നില്ലല്ലോ. അപ്പോൾ ഏത് ഭാഗത്താണ് തീ അണയ്ക്കുന്നത്? വിനിത, ഏക്കർ കണക്കിന് വരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ 3ഓളം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ തീ അണയ്ക്കാനായി എത്തിയിട്ടുള്ളത്. നെയ്യാറ്റിങ്കര, അതേപോലെ തന്നെ രാജാജി നഗർ, അതേപോലെ തന്നെ കാട്ടാക്കട, ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾക്ക് കയറുവാനുള്ളത് പരിമിതമായ സ്ഥലങ്ങളിലേക്ക് മാത്രമേ വാഹനങ്ങൾക്ക് കയറി വരാൻ സാധിക്കുന്ന പ്രദേശങ്ങളുള്ളൂ. മാത്രമല്ല അതുപോലെ ഈ വായുസേനയുടെയും അതേപോലെ തന്നെ കരസേനയുടെയും പ്രദേശങ്ങൾ അവരുടെ സംരക്ഷിത പ്രദേശങ്ങളാണ്. അവരവിടെ കൃത്യമായിട്ടുള്ള സേനാ വിന്യാസം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രദേശത്ത് മാത്രമാണ് അവർ സേനാ വിന്യാസം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 2017 ഇത്തരത്തിൽ കനത്ത തീ ഉയരുന്ന സാഹചര്യത്തിൽ വായുസേന പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജീകരിച്ച് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരത്തിൽ ഇത് തീ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഒരുപക്ഷെ സേനകൾ കൂടി ഇറങ്ങി അവരുടെ പ്രദേശം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു. അവിടെ തീ ആളിപ്പടരുന്ന ഒരു സ്ഥിതിവിശേഷം. അത് കനത്ത കാറ്റടിക്കുമ്പോൾ വീണ്ടും ഈ അടിക്കാടുകൾ വീണ്ടും തീ പടർന്ന് പന്തലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ, അത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതിനുള്ള ഒരു ചെറിയ പാതയാണ്. ആ പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി തീ ആളി പടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശം കുറച്ചു കഴിഞ്ഞാൽ ജനവാസ മേഖലയെത്തി അവിടേക്ക് കൂടി തീ ആളി പടർന്ന പോലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പുറത്തേക്കൊക്കെ കോളനികൾ അടക്കമുള്ള പ്രദേശങ്ങളാണ്. വലിയ രീതിയിൽ തന്നെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. അവിടേക്ക് തീ ആളി പടരുമ്പോൾ അത്രത്തോളം ഭീകരതയിലേക്ക് ഫയർഫോഴ്സ് ഒപ്പം മറുഭാഗത്ത് സൈന്യത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ. ഗോകുലും ക്യാമറ പേഴ്സണും ദൂരം പാലിച്ച് മാത്രം അവിടെ നിന്നാൽ മതിയാകും. കനത്ത ചൂടുണ്ടാകുമെന്ന ഉറപ്പാണ്. ഗോകുൽനാഥ വിശദാംശങ്ങൾ നൽകുന്നു.